ഹായ്. അപ്പം ഇന്ന് അപ്പൂസ് ഇത് ഹായ് പറയുന്നു കേട്ടോ. മനു ഒരു ഹായ് പറയൂ. ഹായ്. അപ്പം ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പൂസും മാനുമൊക്കെ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ വരച്ചും കുത്തി വരഞ്ഞൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, രണ്ടുപേരും കൂടെ. അപ്പം ഞാൻ ഇതൊക്കെ അപ്പൂസ് ഇങ്ങനെ വരച്ചുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വരച്ചോളൂ. അപ്പം ഞാനിന്ന് ഇവരെയും കൂടി കാണിച്ചിട്ട് എങ്ങനെ വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസ് രാവിലെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഞാൻ അതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാനങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രമിക്കുക കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അല്ലേ. ഇന്ന് ചായക്ക് വെള്ളം വെക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ എഡിറ്റ് ചെയ്യാതെ വോയിസ് കൊടുക്കില്ലേ, അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വോയിസ് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ അമൃതം പൊടിയുടെ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇന്ന് കുറച്ച് ദോശ മതി. ചോറിരിക്കണുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ചോറുണ്ട്, ഇന്നലെ ഉണ്ടാക്കിയ ചോറുണ്ട് കേട്ടോ. അപ്പം അത് തൈരും കൂട്ടി നമ്മൾ വെള്ളച്ചോറ് കഴിക്കില്ലേ, അതുപോലെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നലെ ഏട്ടൻ ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ. ഏട്ടൻ ഇന്നലെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടൻ്റെ ചോറ് ബാക്കിയാണ്. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ദോശ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. വെള്ളച്ചോറ് അങ്ങനെ ഉണ്ടാക്കി വെക്കാറൊന്നുമില്ല. ഇപ്പം ഉള്ളതുകൊണ്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മനു കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി കുറച്ച് അമൃതം പൊടിയുടെ ദോശയും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അത് കഴിക്കാമല്ലോ. ചോറ് വൈകുന്നേരം ഉച്ചയാകുമ്പോഴേക്ക് ചോറ് കേടുവരും കേട്ടോ. നമ്മൾ ഇന്നലെ രാത്രിയാണ് ചോറ് ഉണ്ടാക്കിയത്. 2 നേരം ആയിട്ടാണ് ചോറ് ഉണ്ടാക്കാറുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചൂട് കാരണം ചോറ് കേട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കി വെച്ച ചോറായിരുന്നു. അപ്പോൾ ഏട്ടൻ ഇന്നലെ വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് എൻ്റെ വീട്ടിൽ കേട്ടോ. അപ്പോൾ അവിടുന്ന് ചോറൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആയതാണ് ഇന്ന് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അമൃതം പൊടിയൊക്കെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വിഷു കഴിഞ്ഞ് 2ാമത്തെ ദിവസമാണ് കേട്ടോ ഇത്. അപ്പം എല്ലാവരും വിഷു ഒക്കെ ആഘോഷിച്ചില്ലേ. ഞങ്ങളെ വിഷുവിൻ്റെ കാര്യം ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കണ്ടേ. ഞാൻ എന്താ അറിയോ, ഇന്നിപ്പോൾ എനിക്ക് എഡിറ്റ് ഇങ്ങനെ ചെയ്ത് ഇരിക്കാനുള്ളൊരു എന്താ പറയുക, അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് എന്തായാലും നാളെ എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ളൊരു മൂഡില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ ഒരു വീഡിയോയിൽ ബാക്ക് പെയിനിൻ്റെ കാര്യം. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ബാക്ക് പെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പണികളൊക്കെ ഒന്ന് വേഗം തീർത്തിട്ട്
പോയി ഒന്ന് കിടക്കണം എന്ന് വിചാരിച്ചിട്ട് ഓരോന്ന് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ വയ്യ. അപ്പോൾ നമ്മളെന്നും വീഡിയോസ് ഇടുന്നതല്ലേ, ഒരു ദിവസം വീഡിയോ ഇടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ചാനലിനെ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ത് ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ വിചാരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ പറ്റുന്ന സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, തീരെ പറ്റാതെ ആവുന്ന സമയത്ത് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ ഓരോ ദിവസവും ഓരോ വീഡിയോസ് ഇടുന്നത്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക എഫക്റ്റ് കുറഞ്ഞാലോ ഞാനൊരു ദിവസം വീഡിയോ ഇടാതിരുന്നാൽ എന്ന് കരുതിയിട്ട് മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തട്ടിമുട്ടിയെങ്കിലും ഞാൻ വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്. കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യണം കേട്ടോ, എന്നാലേ നമ്മൾ ഏത് വീഡിയോസ് ഇട്ടിട്ട് കാര്യമുള്ളൂ കേട്ടോ. ഒരുപാട് പണിയുള്ള വീഡിയോസ് ഇട്ടാലും കുറച്ച് പണിയുള്ള വീഡിയോസ് ഇട്ടാലും സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ആണോ? ഇതിലാ വേണ്ടേ? അതവിടെ വയ്ക്കും അമ്മയ്ക്ക് വേണം. ഇതിലാണോ വേണ്ടത്? ഇവിടെ നോക്കുവോ? നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കഴിക്കൂ കേട്ടോ. ശരി. നമ്മളിതേ ഇവിടെ വാഴയുടെ ഇതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഈ നഖത്തിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ കറുപ്പ് കളറിൽ ഇങ്ങനെ കറ വരുന്നുണ്ടായിരുന്നേ. അപ്പം ഞാനിത് കത്തി വെച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ വിചാരിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് അടുക്കളയിൽ പണി എടുത്താലുണ്ടാവുക, അതൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ കഴുകി കളഞ്ഞാൽ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുമല്ലേ. അപ്പം നമ്മളത് അങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് പോവാൻ വേണ്ടിയിട്ട് കുറച്ച് മെനക്കെടല്ലേ. അപ്പം നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. ഉണ്ടോ? നിങ്ങൾ പറയൂ, കുഴപ്പമുണ്ടോ? അപ്പം അതൊന്ന് ശരിയാക്കാൻ കത്തി എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എന്നാലും കുറച്ച് കറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ നഖത്തിൻ്റെ അവിടെയൊക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പോവാൻ ഇത്തിരി പാടാണ് കേട്ടോ. നമ്മൾ കയ്യിലൊക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉരച്ച് കഴുകിയാൽ പോകുന്നുണ്ട്. നഖത്തിലൊക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതങ്ങനെ പോവില്ല കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ഈ കയ്യിൽ നഖം വളർത്തുന്നുണ്ട് കേട്ടോ. അതിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോവില്ല. അതുപോലെ തന്നെ ഈ കയ്യിലായിട്ടുണ്ടെങ്കിലും പോവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി അതിന് കമൻ്റ് എന്താ വരികയാവല്ലേ. ഇതൊന്ന് പൊട്ടിച്ച് കൊടുക്കുക, അതിൻ്റെ കറയൊക്കെ ഒന്ന് വീണ് പോട്ടെ കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ. അപ്പോൾ ഇവിടെ ദോശയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചായയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ചായയിൽ പഞ്ചസാരയൊക്കെ ഇട്ട് വയ്ക്കാം. ഇതിൽ ബിസ്ക്കറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ട് ഇതിൽ കൊണ്ടുവന്നിടാറാണ് കേട്ടോ ഇവിടുത്തെ പതിവ്. പഞ്ചസാരയുടെ ഉള്ളിൽ കൊണ്ടുവന്നിടുക, അതാണ് ഇവിടുത്തെ പരിപാടികൾ കേട്ടോ. നിങ്ങളെ വീട്ടിൽ അങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെ സ്വഭാവം ഉണ്ടോ? ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ട് പഞ്ചസാരയിൽ കൊണ്ടുവന്നിടുക. ഇതൊക്കെ ഇവിടെ ഉള്ള പരിപാടികളായിരിക്കൂല്ലേ. അപ്പം അതേ നമ്മളെ ദോശയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് കഞ്ഞിക്കുള്ള അരി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. കഞ്ഞിക്കുള്ള അരിയൊക്കെ റെഡി ആവുമ്പോഴേക്ക് നമുക്ക് മറ്റേ കുക്കറിൽ ചോറിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം അതേ നമ്മളെ കുക്കർ വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറിൻ്റെ കുക്കറോട് വെച്ച് കൊടുക്കാം. ഇനി ചോറ് അങ്ങോട്ട് ആവട്ടെ കേട്ടോ. അപ്പോഴേക്ക് നമുക്കിതേ നമ്മളുടെ മാണിത്തട്ടല്ലേ, ഇതൊക്കെ ഒന്ന്
അരിഞ്ഞെടുക്കാനുണ്ട്. നമ്മളിതിന് ഇവിടെ മാണിത്തട്ട എന്നാണ് പറയുക കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോന്നിനും ഓരോ പേരുകളാണ് കാണിക്കുന്നത്. ഞാൻ ഈ ചാനലൊക്കെ കാണൽ തുടങ്ങിയതിന് ശേഷമാണ് ഇതിന് ചൂടുണ്ട് കേട്ടോ, വാഴച്ചുണ്ട്, അതുപോലെ എന്താപ്പൂ വിട്ടുകൂതിൽ കറണ്ട്, മാണിത്തട്ട, വാഴച്ചുണ്ട്, പിന്നെന്താണ്, പിന്നെ വേറെന്തോ ഒരു പേരും കൂടെ ഉണ്ട് കേട്ടോ, വാഴക്കൂമ്പ്, അങ്ങനെയുള്ള പേരുകളൊക്കെ നമ്മളിപ്പോ നിക്കപ്പോ അതുകൊണ്ട് കളഞ്ഞോളൂ. വാഴച്ചുണ്ട്, മാണിത്തട്ട, പിന്നെ എന്താ ഞാൻ പറഞ്ഞത്, വേറൊരു പേരും കൂടി പറഞ്ഞില്ലേ, അങ്ങനെയുള്ള പേരുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാനലൊക്കെ നമ്മൾ കാണൽ തുടങ്ങിയവരെയാണ് ഓരോ സാധനത്തിന് എന്തെല്ലാം പേരുകളാണല്ലേ ഉള്ളത്. ഇതൊക്കെ മനസ്സിലായത് ഇങ്ങനെ ഓരോരുത്തരുടെ വീഡിയോസ് കാണാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. പിന്നെ ദേ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മീൻ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ മാണിത്തട്ട അരിഞ്ഞതൊക്കെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഞാൻ വെള്ളം പറഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മീൻ എടുക്കണം. അപ്പോൾ ഈ കരണ്ട് പോകുന്നത് കൊണ്ടാണ് തോന്നുന്നുണ്ട് മീനിങ്ങനെ കട്ടയായിട്ട് വരില്ല, ഐസ് ആയിട്ട് വരില്ലേ, അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് പാടുപെടും, പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിത് വേറെ വേറെ ആക്കി വെക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ഒരു നേരം ഉണ്ടാക്കാനുള്ള മീൻ വേറെ വേറെ അങ്ങനെ ആക്കിയിട്ട് വെക്കാറുണ്ട് കേട്ടോ. ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, ആ ടിഷ്യൂ പേപ്പറിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ മീൻ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കിട്ടുന്നില്ല മക്കളെ, ഒരെണ്ണം കിട്ടി. കത്തി കൊണ്ടൊക്കെ ഞാനിപ്പോൾ ഇത് എടുക്കണത് കേട്ടോ. നമ്മളിത് ഒരുപാട് നേരം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചിട്ട് തിരിച്ച് വീണ്ടും ഫ്രിഡ്ജിൽ തന്നെ കൊണ്ട് വയ്ക്കാൻ പാടില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് വീണ്ടും കത്തി കൊണ്ടൊക്കെ എടുക്കാൻ വേണ്ടി നോക്കണത്. പാഠം പഠിച്ചില്ലേ, ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം മീൻ വെക്കുന്ന സമയത്ത് വേറെ വേറെ ആക്കിയിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ശരിയാവത്തില്ല. നിങ്ങളെങ്ങനെയാണ് മീനൊക്കെ ഫ്രിഡ്ജിൽ വെക്കാറുള്ളത്? ടിഷ്യൂ പേപ്പറിലല്ല, ഫോയിൽ പേപ്പറില്ലേ, അതിലാണോ വെക്കാറുള്ളത്? അതിൽ വേർതിരിച്ച് അങ്ങനെ വെക്കാറുണ്ടോ? ഇവിടെ ഓരോ മീനെ എടുക്കാറുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടി എടുക്കുന്നത്. ഒടുവിൽ കിട്ടി. കണ്ടോ, ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് തണുപ്പ് മാറട്ടെ, അപ്പോഴേക്കും നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോഴേക്കും നമ്മളെ മാണിത്തട്ടയൊക്കെ ഒന്ന് കുറേ നേരം കിടന്ന് അങ്ങനെ ഉപ്പിലും മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് ആവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അത് ഉണ്ടാക്കാൻ വരാം കേട്ടോ. അപ്പോൾ അതേ നമ്മളുടെ മാണിത്തട്ടയുടെ ഉപ്പേരിയൊക്കെ ഇവിടെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളം വറ്റട്ടെ കേട്ടോ.
അങ്ങനെ ദേ നമ്മുടെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് മീൻ വറക്കാനുള്ളത് ചെയ്യാം കേട്ടോ. മീൻ വറക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. മത്തി മീനാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നില്ലേ, ഒക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. എടുക്കാനൊക്കെ കുറച്ച് പാട് പെട്ടു, എന്നാലും നമുക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ നമ്മളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം കേട്ടോ. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ, സീ യു. നാളെ കാണാം കേട്ടോ.